ഇതൊക്കെ എന്തിനു വരുന്നതാണോ എന്തോ. ഹലോ, ആ പറഞ്ഞോ. അതായത് ഈ ക്ഷേമനിധിയിൽ അംഗമാവണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയാവണം, 60 വയസ്സ് കവിയാൻ പാടില്ല, പിന്നെ നിർമ്മാണ തൊഴിലാളിയാണ് എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. അതിവിടെ ബോധ്യപ്പെടണം. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നേരെ ഓഫീസിൽ വരും, അപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ശരി, വരയ്ക്കാൻ വയ്യ, അതാണ്. ശരി ശരി, ഓക്കെ. അയ്യോ കഷ്ടം. രാഘവേട്ടാ, ബാബുരാജെ ശവം എടുക്കുന്നതിന് മുമ്പ് തന്നെ 3 മണിക്ക് മുമ്പ് ഞാൻ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് മുങ്ങി ഞാൻ അങ്ങോട്ട് വരും. ഞാൻ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ എത്തിക്കോളാം. വീത്തൊക്കെ വാങ്ങിച്ചു വെച്ച് അതിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഞാൻ ഒപ്പിട്ടിട്ട് വിളിക്കാം അങ്ങോട്ട്. എവിടെ പോണ്? ഒപ്പിടാനല്ലേ? രജിസ്റ്റർ ഇവിടെ വെച്ചിട്ടുണ്ട് സൗകര്യത്തിന്. ഈ ഓഫീസ് കാര്യങ്ങളൊക്കെ കൂടുതൽ ശുഷ്കാന്തി സമുദായ കാര്യങ്ങളിലാണ്. അല്ല, അങ്ങനെ വേണമല്ലോ സാറേ. ഒരു മരണം, ആഴ്ചയിൽ 3 മരണം 3 കല്യാണം, ആഴ്ച ഓക്കെ. പറഞ്ഞ മാതിരി അറിയാലോ സാറേ, വലിയ കുടുംബമായോണ്ട് അർഹതയും പേരുദോഷവും. അതെ അതെ, ഇതിപ്പം ഭാര്യയുടെ കുടുംബത്തിലെയാണ്, അവരുടെ വേണ്ടപ്പെട്ട. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തൊഴിൽ മന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, ഞാൻ ആ മീറ്റിങ്ങിന് പോവുകയാണ്. സാർ വെക്കും. ഇവിടെ വന്നിട്ടുള്ള കുറേ അപേക്ഷകള് പെൻഡിങ്ങാ, അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തേക്കണം. അറിയാലോ, നെറ്റ് ഭയങ്കര പ്രശ്നമാണ്. നെറ്റ് ശരിയായാൽ ശരിയായ പിന്നെ സാറ് പറയണോ? ഞാൻ ചെയ്യാം സാറേ, ഉറപ്പായിട്ടും ചെയ്യാം. പിന്നെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കണോ? വേണ്ട, സ്വരൂപ് ചായ കുടിച്ച് വന്ന് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങാം, അവരോട് വരുമല്ലോ. പറയുമ്പോൾ അവിടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ. ചായ കുടിക്കാൻ അവിടെ നിൽക്കുക സാറേ, മധുവിന്റെ കടയിൽ നിൽക്കുക. ശല്യപ്പെടുത്തേണ്ട, ഉറങ്ങിക്കോട്ടെ. സാറേ, ഞാനായിട്ട് ഒരു ശല്യത്തിനും പോകില്ല. ഇനി എത്ര നാളാണ് സാറേ? അല്ല, പെൻഷനാവാനേ 4-5 മാസമല്ലേ ഉള്ളൂ. എന്നാലും ഉച്ചയ്ക്കൊന്ന് വിളിച്ചേക്കണേ. എവിടെ പോയിരുന്നു സാറേ? ചായ കുടിക്കാൻ. ചായ കുടിക്കാൻ വേണ്ടി 10 മണിക്ക് വന്നല്ലേ ഉള്ളൂ. 11 മണിക്കൊരു ചായ, 12 മണിക്കൊരു ചായ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഫ്ലാസ്ക് വാങ്ങിച്ചു വയ്ക്കാം. ശരി, അപ്പോ ഓക്കെ ഓക്കെ. മിനിസ്റ്റർ മീറ്റിംഗ്. ഈ പറഞ്ഞല്ലോ, ഈ ചായ പേരുദോഷം ഉണ്ടാക്കില്ലേ ചായ കുടിച്ച്. നമ്മൾ കുടിക്കാൻ മാത്രം പ്രശ്നം. എന്ത് ഇത് വിളിക്കണ്ട. രാവട്ടോ രാവട്ടാ രാവട്ടാ. ഒന്നുമില്ല. ഞാൻ ഇന്നലെ ഒരു തെയ്യം കാണാൻ പോയതുകൊണ്ട് ഉറങ്ങിയിട്ടേ ഇല്ലാന്ന്, ഉറങ്ങാൻ പറ്റിയില്ലാന്ന്. അല്ല രാവട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് ഇനി പെൻഷനാകും വളരെ കുറച്ച് മാസമേ ഉള്ളൂ. സ്വസ്ഥമായിട്ട്, അതാ ലീവും ഉണ്ട്, സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്ന് ഉറങ്ങിക്കൂടെ? എങ്ങനെ വീട്ടിൽ എപ്പം ചോറയാന്ന് ഞാൻ ഓളുമായിട്ട്. അപ്പോൾ ഉറങ്ങാനേ പറ്റുന്നില്ല. അത് ഞാൻ ഇടയ്ക്കിടയിൽ നിന്ന് പുറത്തിറങ്ങി നടക്കല.